എല്ലാവരും ഓണാഘോഷത്തിന്റെ പിന്നാലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചൊരു ചിത്രമാണ് ദിയയുടെയും കൃഷ്ണകുമാറിന്റെയും കുടുംബചിത്രം. കൃഷ്ണകുമാറിന്റെ കുടുംബചിത്രം സാധാരണ പുറത്തു വരാറുണ്ട്. ഇവർ രണ്ടുപേരും പിന്നെ 4 മക്കളും ചേർന്നുള്ള ചിത്രങ്ങൾക്ക് കാത്തിരുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ഓമയുടെയും അശ്വിന്റെയും ദിയയുടെയും ഒപ്പം കൃഷ്ണകുമാറിന്റെയും ചിത്രങ്ങളാണ്. മറ്റ് സഹോദരിമാരെയോ അമ്മയോ ഒന്നും കാണുന്നില്ല എന്നതാണ് പ്രേക്ഷകരുടെ പരാതി. എന്തുകൊണ്ടാണ് അവരെ ഒന്നും ഉൾപ്പെടുത്താത്തത്? ഒരു കുടുംബചിത്രം എന്തായാലും നിങ്ങൾ പങ്കുവയ്ക്കാറുള്ളതല്ലേ, ഇപ്പോൾ എന്തു പറ്റി? ഇതൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾ. എല്ലാവർക്കും ചോദിക്കാനുള്ളതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ ഒരു വാക്കിനെ പറ്റി ചോദിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ വാക്കിനെക്കുറിച്ച് സംസാരിക്കുന്നതും. കാരണം ഇവരുടെ കുടുംബത്തിലേക്ക് കയറി ഇടപെടുന്ന പോലെ ആയിപ്പോകും എന്നത് പ്രേക്ഷകർക്ക് തന്നെ അറിയാം. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചും തുടങ്ങുകയാണ് എന്നുകൂടി പറയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു എന്നതുകൂടി നമുക്ക് പറയേണ്ടതായുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അഹാന കൃഷ്ണയുടെയും ദിയയുടെയും ഒക്കെ ഈ വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. അഹാനയും ദിയയും ഒക്കെ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പോലെയാക്കി മാറ്റുന്നതും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോരുത്തരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ കുടുംബത്തോട് ചോദിക്കുന്നത്. സാധാരണ നിങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലോ നിൽക്കാറുള്ളത്, ഇപ്പോൾ എന്ത് പറ്റി? അതാണ് ഞങ്ങൾ ചോദിച്ചത്, മറ്റൊന്നും കൊണ്ടല്ല. ഇതും ഇതിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം നന്നായി മനസ്സിലാക്കുന്നുമുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. എന്തുപറ്റി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അവർക്ക് ചോദിക്കാനുള്ളതും. പ്രേക്ഷകരും വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റിലും ഇത് നിൽക്കുന്നു എന്നത് പറയുന്നത് സത്യം തന്നെയാണെന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നത്. എവിടെ പോയി ദിയ എന്നത് ഒരു കൃത്യമായ ചോദ്യം തന്നെയാണ് എന്ന് കൂടി പറയുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെയാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ എല്ലാവരും അഹാനയുടെ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. എന്തായാലും വിവാഹം വരികയാണ്, അതുകൊണ്ട് തന്നെ അവസാന ഓണം ഗംഭീരമാക്കണ്ടേ? എന്തുകൊണ്ടാണ് നിങ്ങളാരും ദിയയുടെ അരികിലേക്ക് പോകാത്തത്? ഇതാണ് പലരും ചോദിക്കുന്നത്. എല്ലാവർക്കും അത് തന്നെയാണ് ആദ്യം അറിയാനുള്ളതും. എല്ലാവരും അതേ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നു എന്നതുകൂടി കൂട്ടിച്ചേർക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ആരാധകരെല്ലാവരും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലേക്ക് തന്നെ നോക്കുന്നു. എന്താഘോഷം വന്നാലും എപ്പോഴും ചിത്രങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് നിങ്ങളുടെ കുടുംബം. എന്നാൽ ഇത്തവണ അതെന്താണ് ഇല്ലാത്തതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്കത് കാണാതെ വളരെയധികം വിഷമം തോന്നുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. അശ്വിനെ ഒഴിവാക്കിയാണോ അവർ നിൽക്കുന്നത് എന്നതും ചോദിക്കുന്നുണ്ട് പലരും. അശ്വിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകളും കണ്ടിരുന്നു. എന്നാൽ അശ്വിൻ്റെ ചിത്രങ്ങൾ പോലും അവർ പങ്കുവച്ചിട്ടില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കാണാൻ എപ്പോഴാണ് ഇനി പറ്റുക? എല്ലാവരും വളരെയധികം വിഷമത്തോടെയും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.